ഇന്നത്തെ റെസിപ്പിയെ നല്ല രുചിയുള്ളൊരു എള്ള് ചമ്മന്തിയാണ്. എള്ളിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കൊന്നും മുന്നേ നിൽക്കത്തേയില്ല. നമ്മുടെ ആഹാരത്തിൽ എള്ളൊക്കെ ഉൾപ്പെടുത്തി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. ഇവിടെ എടുക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെ അളവുകൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർക്കുക. ഇത് കറുത്ത എള്ളിലും ചെയ്തെടുക്കാവുന്നതാണ്. കറുത്ത എള്ളിന് ഒരു ഒരു കയ്പ് ടേസ്റ്റ് ഉണ്ട്. അത് പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ വെള്ളയും കറുപ്പൂടെ മിക്സ് ചെയ്തായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നവർ ഇതുപോലെ വെള്ള എള്ളി തന്നെ തയ്യാറാക്കി ഇതേ അളവിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. തീയെ ഒട്ടും കൂട്ടി കൊടുക്കരുത്. പെട്ടെന്ന് എള്ള് കരിഞ്ഞു പോകും, ടേസ്റ്റ് മാറും. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയും കൊടുക്കുക. എള്ള് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേനും 1-2 എള്ളൊക്കെ ഇങ്ങനെ പെരുവരെന്ന് പൊട്ടിത്തെറിക്കും. അത്രയും മതി. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഒരു 1-1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളിയുടെ ടേസ്റ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. മറ്റെണ്ണയായാലും കുഴപ്പമില്ല. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഇവിടെയും തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ഉഴുന്നും ഒരുപോലെ മൂത്ത് കിട്ടണം. ആ ഉഴുന്നിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് മൂത്ത് വരണം. അപ്പോഴാണ് ആ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നത്, നല്ല ടേസ്റ്റ് ആവുന്നത്. ഇതാ ഇവിടെ ഉഴുന്നിൻ്റെ കളറ് മാറി ചുമന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മൂത്ത് വരണം. അത് ബാക്കി ഐറ്റംസ് ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ അത് കറക്റ്റ് മൂപ്പായിക്കോളും. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 വറ്റൽമുളക് കൂടെ 1 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. മുളകിട്ട് ഒരു 10 സെക്കൻഡ് മാത്രമായിട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും തീയെ കൂട്ടി വെക്കരുത്, കുറഞ്ഞ തീ തന്നെ ചെയ്യുക. ഇനി ഇതിലോട്ട് ചെറുള്ളി ചേർക്കുക. ഒരു 15 മുതൽ 20 എണ്ണം വരെ ചെറുള്ളി ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 4 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി കൂടി പോകരുത്. ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി വന്നാൽ മതി. അത്രയും നേരം ഒന്ന് വഴറ്റിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കണം. കാരണം ഉഴുന്ന് അടിയിലടിയിൽ വരുന്നത് കാരണം ഉഴുന്ന് മാത്രമായിട്ട് മൂത്ത് പോകരുത്. ഇഞ്ചി അരിഞ്ഞ് ചേർക്കരുത്. ഒരു കഷ്ണമായിട്ട് തന്നെ ഇടുക. അതുപോലെ വെളുത്തുള്ളി ഒന്നും കീറിയിടണ്ട, അതുപോലെ തന്നെ ഇട്ടാൽ മതി. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കാവുന്നതാണ്. ചെറുള്ളി സവാളയെ മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറുള്ളി തന്നെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാ ഉള്ളിയുടെ കളർ മാറിയിട്ടുണ്ട്. അത്ര മതി, എളുപ്പമാണ്, പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു തക്കാളി മാത്രം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി, തക്കാളിയുടെ പുളിയുണ്ട്, നല്ല ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മാത്രം പുളി ചേർക്കുക. കൂടെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. പോരെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കാം. ഇപ്പം തക്കാളിയിൽ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനി തക്കാളി വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയിൽ ആ നനവുണ്ടല്ലോ, അതൊന്ന് മാറി ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതിയെ. ഉപ്പ് ചേർത്തത് കാരണം പെട്ടെന്നായിക്കോളും. ഈ സമയത്ത് ഒരല്പം തീ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. തക്കാളിയുടെ നനവുള്ളത് കാരണം ഉഴുന്ന് ഒരുപാടങ്ങ് മൂത്ത് പോകത്തുമില്ല. ഇത്രയും മുളക് ഇതിന് എരിവ് പാകമാണ്. വഴറ്റിയെടുക്കുന്ന കാരണം ഒത്തിരി എരിവൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കണം എന്നാൽ ചട്നിക്കൊട്ട് കളറും വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വറ്റൽമുളക് എടുത്ത് മാറ്റിയിട്ട് 2 കാശ്മീരി മുളക് ചേർത്താലും മതി. അതായത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ആ തക്കാളിയുടെ വെള്ളമായി മാറിയിട്ടുണ്ടെന്ന്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുകയാണ്. കുറഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. 3 ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് 6-7 കുറച്ചേറെയായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഇലയാണ്. തേങ്ങ ചേർക്കുമ്പോൾ കറിവേപ്പില ചേർത്താൽ മതി. മുന്നേ ചേർക്കുവാണെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകുമേ. തേങ്ങ ചേർത്ത് ഒരു 10 സെക്കൻഡ് മാത്രം ഇട്ടടയ്ക്കാൻ മതി. തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയേ. നല്ല ചൂട് കട്ടിയുള്ള ചട്ടി എടുക്കുന്നെങ്കിൽ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടാൽ മതി. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അരയ്ക്കാൻ നേരം ഒരു ഐറ്റം കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഇത് പാകത്തിനായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാമേ. വേറൊരു പാത്രത്തിലോട്ടോ എങ്ങനെ വേണേലും മാറ്റി വയ്ക്കാം. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. മുളക് അടിയിൽ ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടുമേ. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർക്കാം. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റിയ നിറയെ വെറൈറ്റി ചട്നീസ് റെസിപ്പീസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി ഇതിലോട്ട് ഇതാ ഒരല്പം ശർക്കര ചേർക്കുക. ശർക്കര പൊടിയാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ ടേസ്റ്റ് നല്ല ബാലൻസ് ആവും. ഇനി ഇതാ എള്ള് ചേർക്കാമേ. ഇപ്പോൾ എല്ലാം ഒന്ന് ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം അരയ്ക്കുന്നതാണ് നല്ലത്. ഇനി വെള്ളം ചേർക്കാതെ ആദ്യമേ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. മുളകൊക്കെ ഒന്ന് അരഞ്ഞു വന്നോട്ടെ. ഇത് അത്ര അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഞാൻ ഈ ചട്നി ചൂടാക്കാറില്ല, അതുകൊണ്ട് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെണ്ണ പോലെ അരച്ചെടുക്കാതിരിക്കുക. കുറച്ച് തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഒത്തിരി ലൂസും ആക്കരുത്. കുറച്ച് കട്ടി ചമ്മന്തിയായിട്ടാണ് ഇത് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാവുന്ന അളവുണ്ട്. പിന്നെ ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം കേട്ടോ. ഇതിൽ താളിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ചട്നി. താളിച്ചാലും നല്ല ടേസ്റ്റാണ്. ഒരല്പം വെളിച്ചെണ്ണയിൽ കടുക് കട്ടി ചമ്മന്തി ആയത് കാരണം ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പൂടെ ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും താളിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ചട്നി ചൂടാക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ താളിച്ചൊഴിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും ചട്നി ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണല്ലോ പതിവ്. ഇതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ചട്നിയാണ്. ഇതുപോലെ സോഫ്റ്റ് ഇഡലിക്കും ദോശയ്ക്കും മാവ് എങ്ങനെ അരച്ചെടുക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ഗ്ലാസ് അരിക്ക് വളരെ കുറച്ച് ഉഴുന്ന് മതിയാവും മാവ് അരയ്ക്കാനായിട്ട്. ഈ മാവ് ഒരു 1-1.5 ആഴ്ചത്തേനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എപ്പോൾ തോന്നുന്നു അപ്പോൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.